Marhaban, ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to Ustad YouTube channel. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ അറബിക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ്. അതിലെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു. അതിൻ്റെ ബാക്കി രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ആദ്യത്തെ വർക്ക്. യഖൂമു നാദിൽ ബിഅ ഫി മദ്രസത്തിന ബിഇഹ്സാഇയത്തിൻ അനിൽ ഹിഫാദ് അലാ മവാരിദിൽ മിയാഹ്. യഖൂമു, ഇവിടെ യഖൂമു എന്നതിനോടൊപ്പം ബി എന്നൊരു അക്ഷരം കൂടി ചേർത്ത് വേണം നമ്മൾ അർത്ഥം പറയാൻ. യഖൂമു എന്നാൽ നിൽക്കുന്നു എന്നാണല്ലോ അർത്ഥം. അതിൻ്റെ കൂടെ ബി എന്ന് ചേർത്താൽ നിർവഹിക്കുന്നു എന്നായി മാറും. യഖൂമു ബി, നിർവഹിക്കുന്നു, ചെയ്യുന്നു, കണ്ടക്റ്റിംഗ്. നാദിൽ ബി ആ, നാദി ക്ലബ്ബ്, ബിയത്ത് പരിസ്ഥിതി, എൻവയോൺമെൻറ്റ്. അപ്പോൾ നാദിൽ ബി ആ എൻവയോൺമെൻറ്റ് ക്ലബ്ബ്. ഫി മദ്രസത്തിന, നമ്മുടെ സ്കൂളിലെ. ദ എൻവയോൺമെൻറ്റ് ക്ലബ്ബ് ഓഫ് അവർ സ്കൂൾ ഈസ് കണ്ടക്റ്റിംഗ്. നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് സംഘടിപ്പിക്കുന്നു. എന്താ ചെയ്യുന്നത്? എഹ്സ്വാഇയ്യ. നോട്ട് ചെയ്യേണ്ട പ്രത്യേക ഒരു വേർഡാണ് എഹ്സ്വാഇയ്യ, സർവേ. ഒരു സർവേ നടത്തുകയാണ്. എന്തിനെക്കുറിച്ചാണ് സർവേ നടത്തുന്നത്? അൻ, സംബന്ധിച്ച്. എന്തിനെ സംബന്ധിച്ച? അൽ ഹിഫാദ് അല, ഹഫിള അല, ഹിഫാദ് അല എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ, സംരക്ഷണത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച്. മവാരിദിൽ മിയാഹ്, വാട്ടർ റിസോഴ്സസ്, ജലസ്രോതസ്സുകൾ. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ സ്കൂളിലെ എൻവയോൺമെൻറ്റ് ക്ലബ്ബ് ഒരു സർവേ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം. ലെറ്റ് us പ്രിപ്പയർ. ജദ്വലൻ, ജദ്വൽ എന്നാൽ പട്ടിക. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഈ ടേബിൾ. ഈ ടേബിൾ നമുക്ക് തയ്യാറാക്കാം. ഇത് എന്തിൻ്റെ ടേബിളാണ്? എന്തിൻ്റെ പട്ടികയാണിത്? ലി മവാരിദിൽ മിയാഹ് ഓഫ് വാട്ടർ റിസോഴ്സസ്, ജലസ്രോതസ്സുകളുടെ. അൽ മുഖ്തലിഫ, ഡിഫറൻറ്റ്, വ്യത്യസ്ത ജലസ്രോതസ്സുകളുടെ. ഫി ഖറിയത്തിന, ഓഫ് അവർ വില്ലേജ്, നമ്മുടെ ഗ്രാമത്തിലെ പലതരത്തിലുള്ള വാട്ടർ റിസോഴ്സുകളുടെ, ജലസ്രോതസ്സുകളുടെ ഒരു പട്ടിക തയ്യാറാക്കുക, ഒരു ടേബിൾ തയ്യാറാക്കുക. അതാണ് വർക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമത്തിലെ വാട്ടർ റിസോഴ്സുകൾ, നമ്മുടെ ഗ്രാമത്തിലെ ജലസ്രോതസ്സുകൾ, അത് എന്ന് പറഞ്ഞാൽ എന്താണ് ജലസ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ? വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ, അതാണ് ജലസ്രോതസ്സ്. വാട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് ഏതൊക്കെയാണ്? എവിടെ നിന്നൊക്കെ നമുക്ക് വെള്ളം കിട്ടുന്നത്? കിണറുകളിൽ നിന്ന് വെള്ളം കിട്ടുന്നു. അപ്പോൾ കിണർ ഒരു വാട്ടർ റിസോഴ്സാണ്, അഥവാ ഒരു മവാരിദിൽ മിയാഹിൽപ്പെട്ടതാണ്. അതുപോലെ പുഴ വേറൊന്നാണ്. പിന്നെ തോട്, പിന്നെ അതുപോലെ തടാകം, കടൽ, ഇവിടെയൊക്കെ നമുക്ക് വെള്ളം കിട്ടുമല്ലോ. വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വാട്ടർ റിസോഴ്സുകൾ. നിങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെ ഏതെല്ലാം വാട്ടർ റിസോഴ്സുകളുണ്ട്, അവ എത്ര എണ്ണമുണ്ട്, അതിങ്ങനെ എഴുതണം. ഒന്നതാ റഖമുൽ മുസൽസൽ, സീരിയൽ നമ്പർ 1, 2, 3 എന്നൊക്കെ 4, 5 എന്നിങ്ങനെ താഴെ എഴുതണം. പിന്നെ നോക്കൂ, മവാരിദിൽ മിയാഹ് വാട്ടർ റിസോഴ്സ്, ഇവിടെ ഒന്ന് കൊടുത്തിരിക്കുന്നു ബിർ എന്ന് കൊടുത്തിരിക്കുന്നു, കിണറാണ്. ഇനി നോക്കൂ നിങ്ങൾ, അതിന് നേരെ കൊടുത്തത് അദദ്, എണ്ണം. എത്ര കിണറുണ്ട് ആ ഗ്രാമത്തിൽ? 2000 കിണറുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്തെഴുതാം? അവിടെ നമുക്ക് പുഴ എന്ന് എഴുതാം. ആ ഗ്രാമത്തിലൂടെ എത്ര പുഴ ഒഴുകുന്നുണ്ട്, അതിൻ്റെ എണ്ണം ഇവിടെ എഴുതാം. പിന്നെ തടാകം എന്നുള്ളതിൻ്റെ അറബി എഴുതാം. എത്ര തടാകങ്ങളുണ്ട് ആ ഗ്രാമത്തിൽ എന്ന് എഴുതാം. ഇങ്ങനെ ഓരോ ഗ്രാമത്തിലും, നമ്മുടെ ഗ്രാമത്തിൽ ഓരോ വിദ്യാർത്ഥിയും സ്വന്തം ഗ്രാമത്തിലെ മവാരിദിൽ മിയാഹിനെ കുറിച്ചുള്ള ഒരു ജദ്വൽ, ഒരു ടേബിൾ, ഒരു പട്ടിക തയ്യാറാക്കാനാണ് ഈ വർക്കിൽ പറയുന്നത്. നോക്കുക, നമുക്ക് ചെയ്തു നോക്കാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യ വരി നോക്കാം. ഇസ്മുൽ മദ്രസ, സ്കൂളിൻ്റെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് ഇവിടെ എഴുതുക. ഇസ്മുൽ ഖറിയത്ത്, ഖറിയത്ത് എന്നാൽ ഗ്രാമം, അതൊക്കെ ഇവിടെ കൊടുത്തുല്ലേ. വില്ലേജ് നെയിം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഗ്രാമത്തിൻ്റെ പേര് എഴുതുക. ആ ഗ്രാമത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മവാരിദുൽ മിയാഹുണ്ട്, വാട്ടർ റിസോഴ്സുകളുണ്ട്, ജലസ്രോതസ്സുകളുണ്ട്, അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്.
അപ്പോൾ ആദ്യത്തെ കള്ളിയിൽ റഖമുൽ മുസൽസൽ എന്ന് കാണാം. സീരിയൽ നമ്പർ എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ 1, 2, 3 അങ്ങനെ അക്രമത്തിൽ. ഇവിടെ 3 എന്ന് എഴുതുന്നു, ഇവിടെ 4 എന്ന് എഴുതുന്നു, ഇവിടെ നമ്മൾ 5 എന്ന് എഴുതുന്നു. ഓക്കെ. അപ്പോൾ 1 എന്നതിൻ്റെ നേരെ ബിർ. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കിണർ. നിൻ്റെ ഗ്രാമത്തിൽ എത്ര കിണറുണ്ട് ആ കണക്കാണ് എഴുതേണ്ടത്. 2000 കിണറുണ്ട്. ഓരോ ഗ്രാമത്തിലും വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ഗ്രാമത്തിൽ എത്ര കിണറുണ്ടെന്ന് കണ്ടെത്തിയിട്ട് എഴുതുക. പിന്നെ കിണറുകളുടെ കാര്യം 1 എന്ന് നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തതിൽ നമ്മൾ എഴുതുന്നത് ബിർക്കത്ത്, കുളം ആണ്. കുളം, എത്ര കുളങ്ങളുണ്ട് നിങ്ങളുടെ ഗ്രാമത്തിൽ, അതാണ് നമ്മൾ അതിൻ്റെ എണ്ണം നോക്കിയിട്ട് ഇവിടെ എഴുതുക. മൂന്നാമത്തത് എന്താണ്? അൽ ബുഹൈറ, തടാകമാണ്. എത്ര തടാകങ്ങളുണ്ട്, അതിൻ്റെ എണ്ണം ഇവിടെ എഴുതുക. ചില ഗ്രാമങ്ങളിൽ ഉണ്ടാവില്ല, അപ്പോൾ അവ 0 എഴുതിയാൽ മതി. നാലാമത്തത് അന്നഹ്റു, പുഴ. എത്ര പുഴകൾ ഒഴുകുന്നുണ്ട്? ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, അതിലേറെ പുഴയൊക്കെ ചില ഗ്രാമങ്ങളിലൂടെ ഒഴുകും. ഇനി അഞ്ചാമത്തത് അൽ ബഹ്റു, കടൽ. കടൽ നമ്മളെ നാട്ടിൽ അല്ലേ തീരപ്രദേശമാണെങ്കിൽ ഒരു കടലാണ് സാധാരണ ഉണ്ടാവുക. അറബിക്കടലിൻ്റെ തീരത്താണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്, അതുകൊണ്ട് അത് 1 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് പൂരിപ്പിക്കുക അല്ലേ. ഇത് ശരിക്കും നിങ്ങളുടെ ഗ്രാമത്തിൽ എത്ര കിണറുകളുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് തന്നെ എഴുതുക. അങ്ങനെ ആകുമ്പോൾ അത് കൃത്യമായൊരു കണക്കായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഹ്സ്വാഇയ്യത്ത് എന്ന് പറയുന്നത്, സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈസിയായ വർക്കാണല്ലോ. ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. നുഇദ്ദു മുദക്കിറതൻ അൻ അഹ്മിയത്തിൽ മാഇ വസ്തിഹ്ലാക്കിഹി ബിസ്തിആനത്തിൻ നിഖാത്തിൽ ആതിയ. നുഇദ്ദു, ലെറ്റ് us പ്രിപ്പയർ, നമുക്ക് തയ്യാറാക്കാം. മുദക്കിറതൻ, ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. അൻ അഹ്മിയത്തിൽ മാഇ, അഹ്മിയത്ത് എന്നാൽ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. അൽ മാഇ, ഓഫ് വാട്ടർ, എബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. അതുമാത്രമല്ല വസ്തിഹ്ലാക്കിഹി, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും, ആൻഡ് ഇറ്റ്സ് കൺസംഷൻ, വെള്ളത്തിൻ്റെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടും. ബിസ്തിആനതി, സഹായത്തോടെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ്, അന്നിഖാത്ത്, പോയിൻ്റുകളുടെ, അൽ ആത്തിയ, താഴെയുള്ള, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ്, താഴെയുള്ള പോയിൻ്റുകളുടെ സഹായത്തോടു കൂടി വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ ചില പോയിൻ്റുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ കുറിപ്പ് എഴുതാൻ സൗകര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ എന്താ? അസാസുൽ ഹയാത്ത്. വെള്ളത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന പോയിൻ്റുകളാണിത്. അസാസുൽ ഹയാത്ത്. അസാസ് എന്നാൽ എന്താ? അടിസ്ഥാനം. അൽ ഹയാത്തി, ജീവിതത്തിൻ്റെ അടിസ്ഥാനം, ബേസിസ് ഓഫ് ലൈഫ്. അപ്പോൾ വെള്ളം അസാസുൽ ഹയാത്താണ്, അഥവാ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ അടിസ്ഥാനമാണ്. ലറൂരിയ്, എസെൻഷ്യൽ, അത്യാവശ്യമാണ് അല്ലേ. വെള്ളം അത്യാവശ്യമായൊരു കാര്യമാണ്. അപ്പോൾ അതൊരു വാചകത്തിൽ എഴുതാൻ വേണ്ടത്. നബാതാത്ത്, പ്ലാന്റ്സ്, പ്ലാന്റുകൾ അഥവാ ചെടികൾ. ഹയവാനാത്ത്, ആനിമൽസ്. അപ്പോൾ പ്ലാന്റ്സിനും ആനിമൽസിനൊക്കെ, ചെടികൾക്കും അതുപോലെ മൃഗങ്ങൾക്കൊക്കെ വെള്ളം ആവശ്യമാണ്. അങ്ങനെ ഒരു വരി എഴുതാമല്ലോ. പിന്നെ ഹിമായത്തുൽ ബീഅത്തി, ഹിമായത്ത് സംരക്ഷണം, അൽ ബീഅത്ത് പ്രകൃതിയുടെ, എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. അൽ ഹിഫാൽ സംരക്ഷണം, കൺസർവേഷൻ അല്ലെങ്കിൽ പ്രിസർവേഷൻ. നഖീ ശുദ്ധമായ, ക്ലീൻ, മാലിന്യമില്ലാത്ത, ക്ലീനായിട്ടുള്ള. അൽ മവാരിദ് റിസോഴ്സസ് അല്ലെ, മവാരിദുൽ മിയാ വാട്ടർ റിസോഴ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. തൊബ്ഹുൽ അത്ഇമതി, തൊബ്ഹ് എന്നാൽ പാചകം ചെയ്യുക, കുക്ക് ചെയ്യുക. അൽ അത്ഇമ ഭക്ഷണങ്ങൾ, കുക്കിംഗ് ഫുഡ് അല്ലെങ്കിൽ കുക്കിംഗ് ഓഫ് ഫുഡ്. സ്വിഹത്തുൽ ജിസ്മി, സ്വിഹത്ത് ആരോഗ്യം, അൽ ജിസ്മി ശരീരത്തിൻ്റെ, ഹെൽത്ത് ഓഫ് ബോഡി അല്ലെങ്കിൽ ബോഡി ഹെൽത്ത്.
ഖില്ലത്തുൽ മാ, ഈ വെള്ളത്തിൻ്റെ കുറവ്, മാ വെള്ളം, ഖില്ലത്ത് കുറവ്, വാട്ടർ സ്കാർസിറ്റി. അപ്പോൾ ഈ പോയിൻ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു കുറിപ്പ് എഴുതാം വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും. ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് കൺസംഷൻ. അപ്പോൾ ഒരു മോഡൽ ഞാൻ പറയാം. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ വാക്കിൽ സ്വന്തമായിട്ട് എഴുതുക. അൽ മാ ഉ സമീനുൻ, അൽ മാ ഉ വെള്ളം, സമീനുൻ വിലപിടിപ്പുള്ളതാണ്, വാട്ടർ ഈസ് പ്രീഷ്യസ്. അൽ മാ ഉ അസാസുൽ ഹയാത്തി, അൽ മാ ഉ വെള്ളം, അസാസുൽ ഹയാത്തി ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ ജീവൻ്റെ അടിസ്ഥാനമാണ്. അസാസുൽ ഹയാത്ത് എന്ന് അതിലുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് അൽ മാ ഉ എന്ന് കൂടി ചേർക്കുക. അൽ മാ ഉ വെള്ളം, അസാസുൽ ഹയാത്ത് ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്, ജീവൻ്റെ അടിസ്ഥാനമാണ്. വഹുവ അത്, ലറൂരിയുൻ അത്യാവശ്യമാണ്, ലിന്നബാതാത്തി ചെടികൾക്കും, വൽ ഹയവാനാത്തി മൃഗങ്ങൾക്കും. അപ്പോൾ ഇതിൽ 3 വാക്കും അവിടെ പോയിൻ്റായി കൊടുത്തിട്ടുണ്ടല്ലേ. ലറൂരി, നബാത്താത്ത്, ഹയവാനാത്ത് അല്ലേ, അതവിടെ കൊടുത്തിട്ടുണ്ട്. വഹുവ എന്നൊരു വാക്കേ നമുക്ക് ചേർക്കേണ്ടി വന്നുള്ളൂ. വഹുവ ലറൂരിയുൻ അത് അത്യാവശ്യമാണ്, ലിന്നബാത്താത്തി ചെടികൾക്കും, വൽ ഹയവാനാത്തി മൃഗങ്ങൾക്കും. എല്ലാവർക്കും വെള്ളം വേണ്ടേ. അൽ മാ ഉ വെള്ളം, നിഅമത്തുൻ അനുഗ്രഹമാണ്, മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്, ഫിൽ ബിഅത്തി പ്രകൃതിയിൽ ഈ പ്രകൃതിയിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് വെള്ളം. അൽ മാ ഉ വെള്ളം, നിഅമത്തുൻ അനുഗ്രഹമാണ്, മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്, ഫിൽ ബിഅത്തി പ്രകൃതിയിൽ. അപ്പോൾ പ്രകൃതിയിൽ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് വെള്ളം. ഹിമായത്തുൽ ബിഅത്തി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് അല്ലേ, പ്രകൃതിയുടെ സംരക്ഷണം, മീൻ വാജിബാത്തിൽ ഇൻസാനി, ഇൻസാൻ എന്നാൽ മനുഷ്യൻ, വാജിബാത്തോ കടമകൾ, മനുഷ്യൻ്റെ കടമകളിൽപ്പെട്ടതാണ്, മനുഷ്യൻ്റെ ഡ്യൂട്ടികളിൽപ്പെട്ടതാണ് ഹിമായത്തുൽ ബിഅ പ്രകൃതിയുടെ സംരക്ഷണം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് മാൻകൈൻഡ് ടു പ്രൊട്ടക്റ്റ് ദ എൻവയോൺമെൻറ്റ്. അലൈന നമ്മുടെ ബാധ്യതയാണ്, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. അലൈന, അല എന്നാൽ മേൽ, ഓൺ എന്നൊക്കെയാണല്ലോ അർത്ഥം. പക്ഷേ അലൈന എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന അർത്ഥത്തിലും അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അലൈന നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹിഫാൽ കൺസർവേഷൻ, എന്തിൻ്റെ കൺസർവേഷൻ, സംരക്ഷണം, ഏതിൻ്റെ സംരക്ഷണം, മവാരിദിൽ മിയാഹ് വാട്ടർ റിസോഴ്സസ്, വാട്ടർ റിസോഴ്സിൻ്റെ കൺസർവേഷൻ നമ്മുടെ ഡ്യൂട്ടിയാണ്. എങ്ങനെ സംരക്ഷിക്കണം നമ്മൾ, നഖിയൻ ക്ലീനായിട്ട്, നല്ല ശുദ്ധമായ രീതിയിൽ മാലിന്യം കലരാതെ നമ്മൾ വാട്ടർ റിസോഴ്സുകളെ സംരക്ഷിക്കണം. വഹുവ അത്, ഏത് വാട്ടർ വെള്ളം, ലറൂരിയുൻ അത് എസെൻഷ്യലാണ്, അത്യാവശ്യമാണ്. എന്തിന്, ലി ത്വബ്ഖി ടു കുക്ക് പാചകം ചെയ്യാൻ, അൽ അത്ഇമ ഫുഡ്സ് അല്ലേ, ഫുഡ് കുക്ക് ചെയ്യാൻ, കുക്കിംഗ് ഫുഡ് അല്ലേ, ഫുഡിൻ്റെ കുക്കിങ്ങിന് വെള്ളം അത്യാവശ്യമാണ്. എന്ന് മാത്രമല്ല വൽ ഗുസ്ലി കുളിക്കുന്നതിനും, വൽ ഹിഫാലി അല സിഹത്തിൽ ജിസ്മി, വൽ ഹിഫാലി അല സംരക്ഷിക്കുന്നതിനും, സിഹത്തിൽ ജിസ്മി ശരീരത്തിൻ്റെ ആരോഗ്യം, ഹെൽത്ത് ഓഫ് ബോഡി ഹെൽത്ത്, ആൻഡ് ടു പ്രൊട്ടക്റ്റ് അവർ ബോഡി ഹെൽത്ത്. അപ്പോൾ അതിനൊക്കെ വെള്ളം അത്യാവശ്യമാണ്. അൽ ആലമു ലോകം, ദ വേൾഡ്, യുവാജിഹു ഇപ്പോൾ നേരിടുന്നു, യുവാജിഹു നേരിടുന്നു, ഫേസിങ്, അൽ ആൻ നൗ ദ വേൾഡ് ഫേസിങ് എന്ത്, ഖില്ലത്തൽ മാഇ വാട്ടർ സ്കാർസിറ്റി വെള്ളത്തിൻ്റെ ദൗർലഭ്യം, വെള്ളത്തിൻ്റെ കുറവ്, അതാണിന്ന് ലോകം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഒരു ചെറിയ കുറിപ്പ് ഇങ്ങനെ എഴുതാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ.
ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. ഇനി അടുത്ത വർക്ക്, നാഖിദു മുസാബഖത്തൽ ഇഖ്തിബാർ ഫി മദ്രസത്തിന ബിമുനാസബത്തി യൗമിൽ മിയാഹ്. നാഖിദു നമ്മൾ സംഘടിപ്പിക്കുന്നു, വി ആർ ഓർഗനൈസിങ്. മുസാബഖത്ത് കോമ്പറ്റീഷൻ, മത്സരം. അൽ ഇഖ്തിബാർ കിസ് മത്സരം. മുസാബഖത്തുൽ ഇഖ്തിബാർ എന്ന് പറഞ്ഞാൽ കിസ് മത്സരം, കിസ് കോമ്പറ്റീഷൻ. നാഖിദു നമ്മൾ സംഘടിപ്പിക്കുന്നു, വി ആർ ഓർഗനൈസിങ് എ കിസ് കോമ്പറ്റീഷൻ ഫി മദ്രസത്തിന ഇൻ അവർ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ നമ്മളൊരു കിസ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. ബി മുനാസബത്തി അനുബന്ധിച്ച് അല്ലെങ്കിൽ സന്ദർഭത്തിൽ, ഇൻ ദി ഒക്കേഷൻ ഓഫ്, ഓൺ ദ ഒക്കേഷൻ ഓഫ് യൗമിൽ മിയാഹ് വാട്ടർ ഡേ. ജലദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. അപ്പോൾ ജലദിനം, വാട്ടർ ഡേ ആണെങ്കിൽ അന്ന് നടക്കുന്ന ക്വിസ് കോമ്പറ്റീഷനിൽ ഈ ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ അല്ലേ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, നുഇദ്ദു ലെറ്റസ് പ്രിപ്പയർ, നമുക്ക് തയ്യാറാക്കാം. ലഹ അതിന് വേണ്ടിയിട്ട്, ഫോർ ഇറ്റ് ലെറ്റസ് പ്രിപ്പയർ ഫോർ ഇറ്റ് അസ്ഇല ക്വസ്റ്റ്യൻസ്. ലെറ്റസ് പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ഫോർ ഇറ്റ്. ആ ക്വിസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ 2 ചോദ്യം ഇതാ മോഡലായി കൊടുത്തിട്ടുണ്ട്. കം നെഹ്റൻ ഫി വിലായത്തി കൈരാല. കം എത്ര, ഹൗ മെനി. നെഹ്റൻ റിവേഴ്സ്, ഹൗ മെനി റിവേഴ്സ് എത്ര നദികളുണ്ട്. ഫി വിലായത്തി കൈരാല, വിലായത്ത് സ്റ്റേറ്റ് സംസ്ഥാനം, കൈരാല കേരള. ഹൗ മെനി റിവേഴ്സ് ആർ ദർ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തിൽ എത്ര നദികളുണ്ട്. നമുക്ക് ചോദ്യം ഉണ്ടാക്കിയാൽ മതി, ഉത്തരം പറയണമെന്നില്ല. ഓക്കെ, മതാ നഹ്തഫിലു ബിൽ യൗമിൽ ആലമി ലിൽ ബിഅ. മത എപ്പോൾ, വെൻ. നഹ്തഫിലു നമ്മൾ ആഘോഷിക്കുന്നു. വെൻ ഡു വി സെലിബ്രേറ്റ് എപ്പോഴാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ബിൽ യൗമിൽ ആലമി ലിൽ ബിഅ. യൗമുൽ ആലമി ലിൽ ബിഅ എന്നാൽ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. യൗം എന്നാൽ ഡേ, ആലമി എന്നാൽ വേൾഡ്, ബിഅ എൻവയോൺമെൻറ്റ്. അപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. വെൻ ഡു വി സെലിബ്രേറ്റ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. ലോക പരിസ്ഥിതി ദിനം നമ്മൾ എന്നാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ 2 ചോദ്യം. ഇനി 6 ചോദ്യങ്ങൾ കൂടി നമ്മൾ തയ്യാറാക്കണം. ഇവിടെ 6 കൂടി എഴുതിയിരിക്കുന്നു. ഇതൊരു മോഡൽ എഴുതിയതാണ്. നിങ്ങൾ ഇതുപോലെ സ്വന്തമായിട്ട് 6 ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തതിൻ്റെയും രണ്ടാമത്തതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തതിൻ്റെ അർത്ഥം പറയാം. മാഹുവ അക്ബർ മൗരിദിൽ മിയാഹ്. മാഹുവ എന്താണ് അല്ലെങ്കിൽ ഏതാണ്. അക്ബർ ഏറ്റവും വലുത്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ്. മവാരിദിൽ മിയാഹ് വാട്ടർ റിസോഴ്സ്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് വാട്ടർ റിസോഴ്സ്. ഏതാണ് ഏറ്റവും വലിയ വാട്ടർ റിസോഴ്സ് ഏതാ, ജലസ്രോതസ് ഏതാണ്? സംശയമല്ല, അത് കടലാണല്ലേ, ഓഷ്യനാണ്, സീ ആണ്. ഇനി അടുത്ത് നോക്കാം. മാഹുവ ഏതാണ് അല്ലെങ്കിൽ എന്താണ്. അത്തുവൽ ഏറ്റവും നീളമുള്ളത്. അത്തുവൽ നെഹ്ർ ഏറ്റവും നീളമുള്ള നദി. ഫി കൈരാല ഇൻ കേരള കേരളത്തിലെ. വാട്ട് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? നെഹ്ർ പുഴ, നദി. ഇനി അടുത്ത് നോക്കാം. ഉക്തുബ് എഴുതുക. ബാൾ ചില. മവാരിദിൽ മിയാഹ് ചില വാട്ടർ റിസോഴ്സുകളുടെ പേരെഴുതുക. എന്തെല്ലാം ഉണ്ട്? പുഴകൾ അല്ലേ, നദികൾ, കുളങ്ങൾ, കിണറുകളൊക്കെ കുറേ നമ്മൾ നേരത്തെ എഴുതിയല്ലോ. അതാണ് ചോദ്യം. ബാൾ എന്നാൽ ചില. റൈറ്റ് സം സോഴ്സ് ഓഫ് റിസോഴ്സസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ റൈറ്റ് സം സോഴ്സസ് ഓഫ് വാട്ടർ. ആറാമത്തെ. ഹൽ ഫി മുഖാത്തഅത്തി വയനാട് ഷാത്തി ഉൽ ബഹർ. ഹൽ ഉണ്ടോ. ഫി മുഖാത്തഅത്തി ജില്ലയിൽ. മുഖാത്തഅത്ത് എന്നാൽ ജില്ല. ഏത് ജില്ലയിൽ? വയനാട്. വയനാട് ജില്ലയിലുണ്ടോ
ഷാത്ത് തീരം, ബഹർ കടൽ, കടൽ തീരമുണ്ടോ? ഈസ് ദർ എ കോസ്റ്റ് ലൈൻ ഇൻ ദി വയനാട് ഡിസ്ട്രിക്റ്റ്? വയനാട് ജില്ലയിൽ കടൽ തീരമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇനി അടുത്ത ചോദ്യം, അയ്യു മദീന തുറഫു ബി മലിക ബഹ്റിൽ അറബി? അയ്യു മദീന, ഏത് നഗരമാണ്, വിച്ച് സിറ്റി, ഏത് നഗരമാണ് തുറഫു അറിയപ്പെടുന്നത്? വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ബി മലിക? മലിക് രാജാവ്, മലിക്കത്ത് രാജ്ഞി, ക്വീൻ. ബഹ്റുൽ അറബി, അറേബ്യൻ സീ. വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് അറേബ്യൻ സീ? അറേബ്യൻ സീ, അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അപ്പോൾ അറബിക്കടൽ എന്നത് ഒരു വാട്ടർ റിസോഴ്സാണ്, അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചോദ്യം ചോദിച്ചത്. ഇനി എട്ടാമത്തെ ചോദ്യം, മാ ഹുവ അസ്ഗർ നഹ്രിൻ ഫി കൈരാല? മാ ഹുവ, ഏതാണ് അല്ലെങ്കിൽ എന്താണ്, വാട്ട് ഈസ് അസ്ഗർ നെഹ്ർ, ഏറ്റവും ചെറിയ നദി, ദ സ്മോളസ്റ്റ് റിവർ. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് റിവർ ഫി കൈരാല ഇൻ കേരള? അല്ലെങ്കിൽ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് റിവർ ഇൻ കൈരാല? അപ്പോൾ അതായി. ഇനി അടുത്ത വർക്ക് നോക്കാം. നുലാഹിലു സൂറത്ത വ തഅലീഖ് നുഇദ്ദു തഅലീഖാത്തിൻ ഉഖ്റ. നുലാഹിലു, നമുക്ക് നിരീക്ഷിക്കാം, ലെറ്റ് us ഒബ്സർവ്. അസൂറത്ത, ഈ പിക്ചറിനെ, ലെറ്റ് us ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു ചിത്രം കൊടുത്ത കണ്ടില്ലേ, രണ്ടും ഒരേ ചിത്രമാണ്, ആ ചിത്രം നമുക്ക് നിരീക്ഷിക്കാം. അതോടൊപ്പം വ തഅലീഖ്, ഇവിടെ ഒരു അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നു, ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കാം. നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം, തഅലീഖാത്തിൻ, അടിക്കുറിപ്പുകൾ അഥവാ ക്യാപ്ഷൻസ്, ഉഖ്റ, വേറെ. ലെറ്റ് us പ്രിപ്പയർ അതർ ക്യാപ്ഷൻസ്, വേറെ ക്യാപ്ഷൻസ് നമുക്ക് ഈ ചിത്രത്തിന് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, എന്താണ് ഈ ചിത്രം? വെള്ളവും കാത്ത് പാത്രവുമായിട്ട് കുറേ മനുഷ്യരിങ്ങനെ വരി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് അടിയിൽ കൊടുത്ത ക്യാപ്ഷൻ എന്താണ്? മതാ തർഹമുസ്സമാഉ, മതാ എപ്പോൾ, വെൻ, തർഹമു കരുണ കാണിക്കും, അസ്സമാഉ ആകാശം, ആകാശം എപ്പോൾ കരുണ കാണിക്കും? അഥവാ ആകാശത്തു നിന്നാണല്ലോ മഴ പെയ്യുന്നത്, അപ്പോൾ ആകാശത്തു നിന്ന് എപ്പോഴാണ് മഴ പെയ്യുക? അതിനെ മറ്റൊരു ഭംഗിയുള്ള രൂപത്തിൽ പറഞ്ഞതാണ്, ആകാശം എപ്പോഴാണ് കരുണ കാണിക്കുക? വെൻ വിൽ ദ സ്കൈ ഷോ മേഴ്സി? ഓക്കെ. അപ്പോൾ ഇതുപോലെ ഈ ചിത്രത്തിന് നമുക്ക് വേറെയും തഅലീഖാത്ത്, തഅലീഖാത്ത് എന്നാൽ ഇവിടെ അടിക്കുറിപ്പ് എന്നാണ് അർത്ഥം, അഥവാ ക്യാപ്ഷൻ. വേറെ എന്തൊരു ക്യാപ്ഷനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഖില്ലത്തുൽ മാഇ ഖളിയത്തുൽ ആലമി. ഖില്ലത്തുൽ മാഇ, വെള്ളത്തിൻ്റെ കുറവ്, വാട്ടർ സ്കാർസിറ്റി, വെള്ളത്തിൻ്റെ ഇല്ലായ്മ, വെള്ളത്തിൻ്റെ കുറവ്. ഖളിയത്തു, പ്രശ്നമാണ്, ഒരു ഇഷ്യൂ ആണ്. അൽ ആലമി, ലോകത്തിൻ്റെ. അപ്പോൾ വാട്ടർ സ്കാർസിറ്റി ഈസ് എ ഗ്ലോബൽ ഇഷ്യൂ. വെള്ളത്തിൻ്റെ കുറവ് ഒരു ആഗോള പ്രശ്നമാണ്, ലോകത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ നമുക്ക് ഒരു കുറിപ്പ് എഴുതാം. ഇനിയും എഴുതാമല്ലോ, ഇത് നമുക്ക് വേറെയും കുറിപ്പുകൾ എഴുതാം. ഇലാക്കം നന്തളിറു, ഇലാക്കം എത്ര വരെ, കം എന്നാൽ എത്ര, ഇലാക്കം എത്ര വരെ, അല്ലെങ്കിൽ ഹൗ ലോങ്, നന്തളിറു നമ്മൾ കാത്തിരിക്കും, ഹൗ ലോങ് വിൽ വി വെയിറ്റ് എത്ര നേരം നമ്മൾ കാത്തിരിക്കും. യാ ഇലാഹി മതാ നഹ്സുലുൽ മാ, യാ ഇലാഹി എൻ്റെ ദൈവമേ, ഓ ഗോഡ്, മതാ എപ്പോൾ, വെൻ, നഹ്സുലു നമുക്ക് കിട്ടും, വെൻ വിൽ വി ഗെറ്റ് നമുക്ക് കിട്ടും, അൽ മാ വാട്ടർ, ഓ ഗോഡ് വെൻ വിൽ വി ഗെറ്റ് വാട്ടർ, ദൈവമേ നമുക്ക് എപ്പോൾ വെള്ളം കിട്ടും. അതൊക്കെ ആ ചിത്രം നോക്കിയിട്ട് അങ്ങനെയൊക്കെ അടിക്കുറിപ്പ് നമുക്ക് എഴുതാം. ഇനി അൽ ഹാജത്തു കസീറത്തുൻ, അൽ ഹാജത്തു ആവശ്യം, കസീറത്തുൻ ധാരാളമുണ്ട്, ആവശ്യം ധാരാളമുണ്ട്,
ഒരുപാട് ആവശ്യമുണ്ട് വെള്ളം കൊണ്ട്. ലാക്കിന്ന പക്ഷേ അൽ മിയാഹ് വെള്ളം ഖലീലത്തുൻ കുറവാണ്. ആവശ്യം ഒരുപാടുണ്ട്, പക്ഷേ വെള്ളം കുറവാണ്. വെള്ളം കൊണ്ട് ഒരുപാട് ആവശ്യമുണ്ട്, പക്ഷേ വെള്ളം കുറവാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് താലീഖുകൾ, ആ ചിത്രത്തെക്കുറിച്ചുള്ള ക്യാപ്ഷൻസ്, അടിക്കുറിപ്പ് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ വർക്ക് നോക്കാം. നുഇദ്ദു ഖിസ്വതൻ അൻ നഹ്രി ഭാരദ ബിമുസാഅദത്തി നിഖാത്തിൽ ആതിയ. നുഇദ്ദു, ലെറ്റ് us പ്രിപ്പയർ, നമുക്ക് തയ്യാറാക്കാം. ഖിസ്വതൻ, എ സ്റ്റോറി, ഒരു കഥ നമുക്ക് തയ്യാറാക്കാം. ആൻ, എബൌട്ട്, സംബന്ധിച്ച്. എന്തിനെ സംബന്ധിച്ച? നെഹ്ർ, പുഴ, റിവർ. ഏത് റിവറാണ്? ഭാരത, ഭാരതപ്പുഴ. ലെറ്റ് us പ്രിപ്പയർ എ സ്റ്റോറി അബൌട്ട് ദ ഭാരത റിവർ, അല്ലെങ്കിൽ റിവർ ഭാരത, ഭാരതപ്പുഴയെക്കുറിച്ച് നമുക്കൊരു കഥ എഴുതാം. ബി മുസാഅദത്തി, സഹായത്തോടെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ്, അന്നിഖാത്ത്, പോയിൻ്റുകളുടെ, അൽ ആത്തിയ, ഫോളോയിങ്, താഴെയുള്ള, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ്. താഴെ കുറേ പോയിൻ്റുകൾ കൊടുത്തിരിക്കുന്നു. അവയുടെ സഹായത്തോടെ ഭാരതപ്പുഴയെക്കുറിച്ച് നമുക്കൊരു ഖിസ്വ, ഒരു കഥ തയ്യാറാക്കാം. എന്തെല്ലാം പോയിൻ്റുകളാണ് കൊടുത്തതെന്ന് നോക്കാം. യെ ജിരി, ഒഴുകുന്നു. ഫ്ലോസ്, ഫ്ലോ, ഒഴുക്കില്ലേ, ഫ്ലോയിങ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഫ്ലോസ്, ഇത് ഒഴുകുന്നു. മാ ഉൻ കസീറുൻ, മാ വെള്ളം, കസീർ ധാരാളം, എ ലോട്ട് ഓഫ് വാട്ടർ. അത്തുയൂർ, പക്ഷികൾ, ബേർഡ്സ്. അൽ ഹൈവാനാത്ത്, ആനിമൽസ്, മൃഗങ്ങൾ. അൽ അസ്ജാർ, മരങ്ങൾ, ട്രീസ്. യുർവി, ഇത് നനക്കുന്നു. ആ നദി നനക്കുന്നു, അത് വെള്ളം, അതിനെ വെള്ളം ഉപയോഗിച്ച് നനക്കുന്നു. യുർവി, ഇറ്റ് ഇറിഗേറ്റ്സ്. നുഫായാത്ത്, വേസ്റ്റുകൾ. ഫസ്ലുൽ സൈഫ്, വേനൽക്കാലം. ഫസ്ല് കാലം, സ്വൈഫ് വേനൽ, സമ്മർ സീസൺ. മൗസിമുൽ മത്തർ, മഴക്കാലം. മൗസിം എന്നാലും സീസൺ എന്നാണ് അർത്ഥം. അൽ മത്തർ, റെയിൻ, ഇപ്പോൾ റെയിനി സീസൺ. മൗസിമുൽ മത്തർ, മഴക്കാലം. മുലവ്വസത്തുൻ, പൊല്യൂട്ടഡ്, അഥവാ മലിനീകരിക്കപ്പെട്ടത്. അപ്പോൾ ഈ വേർഡ്സൊക്കെ ഉപയോഗിച്ച്, ഇതിനോടൊപ്പം വേറെയും കുറേ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭാരതപ്പുഴയെക്കുറിച്ച് ഒരു കഥ എഴുതാം. അപ്പോൾ ആ കഥ തുടങ്ങേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. കാന ഹുനാക നഹ്റുൻ യജ്രി ബിമിയാഹിൻ നഖിയ. കാന, ആയിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഹുനാക, അവിടെ ഉണ്ടായിരുന്നു. ദർ വാസ്. നഹ്റുൻ, ഒരു പുഴ, എ റിവർ. യജ്രി, അത് ഒഴുകുന്നു. ബിമിയാഹിൻ, വെള്ളവുമായിട്ട്. നഖിയ, ശുദ്ധമായ. ദർ വാസ് എ റിവർ ദാറ്റ് ഫ്ലോഡ് വിത്ത് പ്യുവർ വാട്ടർ. ശുദ്ധമായ വെള്ളവുമായിട്ടൊഴുകിയ ഒരു നദി ഉണ്ടായിരുന്നു. ഏത് നദിയെക്കുറിച്ചാണ് പറഞ്ഞത്? ഭാരതപ്പുഴയെക്കുറിച്ച്. അപ്പോൾ ആ കഥ ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ ഭാരതപ്പുഴയെക്കുറിച്ച് നമുക്കൊരു സ്റ്റോറി, ഒരു ഖിസ്സ എഴുതാം. എങ്ങനെ എഴുതും? ആദ്യം നമുക്ക് ഈ കഥയ്ക്കൊരു പേര് കൊടുക്കാം. അൻ നഹ്റുൽ ബരീ, ദ ഇന്നസെൻ്റ് റിവർ, പാവം, നിരപരാധിയായ പുഴ. നെഹ്ർ, റിവർ. അൽ ബരീ, ഇന്നസെൻ്റ്, അഥവാ നിരപരാധിയായ, പാവപ്പെട്ട ഒരു പുഴ. കാന ഹുനാക നഹ്റുൻ യജ്രി ബിമിയാഹിൻ നഖിയ, അതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു. ദർ വാസ് എ റിവർ ദാറ്റ് ഫ്ലോഡ് വിത്ത് ക്ലീൻ വാട്ടർ, ശുദ്ധമായ വെള്ളവുമായിട്ട് ഒഴുകിയ ഒരു നദിയുണ്ടായിരുന്നു. ഇസ്മുഹ, ഇറ്റ്സ് നെയിം വാസ്, അതിൻ്റെ പേര് എന്തായിരുന്നു? നെഹ്റു ഭാരത, ഭാരതപ്പുഴ എന്നായിരുന്നു. ഇറ്റ്സ് നെയിം വാസ് ഭാരത റിവർ, അതിൻ്റെ പേര് ഭാരതപ്പുഴ എന്നായിരുന്നു. അപ്പോൾ ഭാരതപ്പുഴയുടെ ചരിത്രം നമ്മൾ പറയാണ്, അതിൻ്റെ കഥ പറയാണ്. വകാന യജ്രി, അത് ഒഴുകുകയായിരുന്നു, അല്ലെങ്കിൽ അത് ഒഴുകിയിരുന്നു. കുല്ല യൗമിൻ, എവരി ഡേ, എല്ലാ ദിവസവും. ഇറ്റ് യൂസ് ടു ഫ്ലോ എവരി ഡേ. ബിമിയാഹിൻ, വെള്ളവുമായിട്ട്. വിത്ത് വാട്ടർ. കസീറ, എ പ്ലെൻറ്റി ഓഫ്, അഥവാ ധാരാളം.
ഇത് ഒരുപാട് ധാരാളം വെള്ളവുമായിട്ട് അതെല്ലാ ദിവസവും ഒഴുകിക്കൊണ്ടേയിരുന്നു. ഇറ്റ് യൂസ് ടു ഫ്ലോ എവറി ഡേ വിത്ത് പ്ലെൻറ്റി ഓഫ് വാട്ടർ. വാ ഹുവ അത്, അതായത് നെഹ്റു ഭാരത അഥവാ റിവർ ഭാരത, ഭാരതപ്പുഴ. യുർവി അത് നനച്ചിരുന്നു. അത് സസ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വെള്ളം നനക്കാനാണല്ലോ ഉപയോഗിക്കുക. മൃഗങ്ങൾ നനക്കലല്ല കുടിക്കല്ലേ ചെയ്യുക. അപ്പോൾ യുർവി എന്ന് പറഞ്ഞാൽ നനക്കുന്നു അല്ലെങ്കിൽ കുടിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. വഹുവ യുർവി ഇറ്റ് യൂസ് ടു ഇറിഗേറ്റ് അത് സ്ഥിരമായി നനച്ചിരുന്നു. അൽ ഹൈവാനാത്തി മൃഗങ്ങളെ നനക്കുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക, കുടിപ്പിക്കുക. വത്തുയൂർ അതുപോലെ പക്ഷികളെയും, ആൻഡ് ബേർഡ്സ്. വൽ അസ്ജാർ ആൻഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ്. വഗൈരിഹ ആൻഡ് അതേഴ്സ്. അപ്പോൾ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മരങ്ങൾക്കും അവയല്ലാത്ത മറ്റുള്ളവർക്കുമൊക്കെ അത് സ്ഥിരമായി കുടിക്കാനും നനക്കാനൊക്കെ വെള്ളം കൊടുത്തിരുന്നു. മറത്ത് കഴിഞ്ഞുപോയി, പാസ്ഡ്. അൽ അയ്യാം ദിവസങ്ങൾ, ഡേയ്സ് പാസ്ഡ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വശുഹൂർ ആൻഡ് മന്ത്സ്, ഡേയ്സ് ആൻഡ് മന്ത്സ് പാസ്ഡ് മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞുപോയി. തഗയ്യറത്ത് മാറ്റം വന്നു, ചേഞ്ച്ഡ്. അഹ്വാൽ അവസ്ഥ, കണ്ടീഷൻസ് അവസ്ഥകൾ. നഹ്രി ഓഫ് ദ റിവർ പുഴയുടെ അവസ്ഥയിൽ മാറ്റം വന്നു. അത് നല്ല ശുദ്ധമായ വെള്ളവുമായിട്ട് ഇങ്ങനെ ഒഴുകുകയായിരുന്നു. എല്ലാവർക്കും, മൃഗങ്ങൾക്കും പക്ഷികൾക്കും മരങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ അതിൻ്റെ വെള്ളം കിട്ടിയിരുന്നു. പക്ഷേ ഇത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥക്ക് മാറ്റം വന്നു. അതെങ്ങനെയാണ് മാറ്റം വന്നത്? റമ എറിഞ്ഞു, ത്രൂ എറിഞ്ഞു. അൽ ഇൻസാനു ദ ഹ്യൂമൻ മനുഷ്യൻ എറിഞ്ഞു. അല്ലാലിമു ക്രൂരനായ അക്രമിയായ, ദ ക്രൂവൽ ഹ്യൂമൻ ത്രൂ അക്രമിയായ മനുഷ്യൻ എറിഞ്ഞു. അന്നുഫായാത്ത്, നഫായാത്ത് എന്നല്ല നുഫായാത്ത് എന്നാണ്. നുഫായാത്ത് വേസ്റ്റുകൾ. ദ ക്രൂവൽ ഹ്യൂമൻ ത്രൂ വേസ്റ്റ് ഇല നെഹർ ടു ദ റിവർ. പുഴയിലേക്ക് അക്രമിയായ മനുഷ്യൻ വേസ്റ്റുകൾ എറിഞ്ഞു. ഫഅസ്ബഹത് അപ്പോൾ ആയിത്തീർന്നു. അൽ മിയാഹു ദ വാട്ടർ വെള്ളം. ദ വാട്ടർ ബിക്കെയിം മുലവ്വസത്തൻ, മുലവ്വസത്തുൻ എന്നല്ല മുലവ്വസത്തൻ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. മുലവ്വസത്തൻ പൊല്യൂട്ടഡ്, മലിനീകരിക്കപ്പെട്ടതായി. വെള്ളം അപ്പോൾ മലിനീകരിക്കപ്പെട്ടതായി അഥവാ വെള്ളം മലിനമായി. ദ വാട്ടർ ബിക്കെയിം പൊല്യൂട്ടഡ്. ഫി മൗസിമിൽ മത്തർ ഇൻ റെയിനി സീസൺ മഴക്കാലത്ത്. ഐലൻഡ് അഥവാ മഴക്കാലത്തും. ദ വാട്ടർ ബിക്കെയിം പൊല്യൂട്ടഡ് ഈവൻ ഇൻ ദി റെയിനി സീസൺ. ഈ ഐലൻഡ് എന്ന് പറയണമെങ്കിൽ മഴക്കാലത്തും, ഇംഗ്ലീഷ് പറയുമ്പോൾ ഈവൻ ഇൻ ദി റെയിനി സീസൺ. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഐലൻഡ് എന്ന വേർഡ് ഉപയോഗിക്കുക. അപ്പോൾ മഴക്കാലത്ത് പുഴയിലൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ വേസ്റ്റുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും. നല്ല ശുദ്ധമായ വെള്ളമാണ് പിന്നീട് ഉണ്ടാവുക. പക്ഷേ മഴക്കാലത്ത് പോലും വേസ്റ്റാണ്, ആ വെള്ളം മലിനീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്രമാത്രം മലിനീകരണം ആൾക്കാർ ഭാരതപ്പുഴയിൽ ചെയ്തു. അപ്പോൾ ഹസിന ദുഃഖിച്ചു അന്നഹ്റു പുഴ. ഹുസ്നൻ ദുഃഖം, ഷദീദൻ കഠിനമായ ദുഃഖം. അപ്പോൾ ആ പുഴ കഠിനമായിട്ട് ദുഃഖിച്ചു. അലാ ലുൽമി അക്രമത്തിൽ, അൽ ഇൻസാനി മനുഷ്യൻ്റെ അക്രമത്തിൽ ആ പുഴ ഒരുപാട് ദുഃഖിച്ചു. ദ റിവർ ബിക്കെയിം ഡീപ്ലി സാഡൻ ബൈ ദ ഇൻജസ്റ്റിസ് ഓഫ് ഹ്യൂമൻസ് അല്ലെങ്കിൽ ദ ക്രൂവൽറ്റി ഓഫ് ഹ്യൂമൻ. മനുഷ്യരുടെ അക്രമത്തിൽ ആ പുഴ വല്ലാതെ ദുഃഖിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കഥ ഭാരതപ്പുഴയെക്കുറിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാഠഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.